കൊല്ലം ജില്ലാ ആശുപത്രിയില് നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവരടി ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവരടി ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവരടി പ്രതിഭയാണ്, പ്രതിഭാസമാണ്. കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിലെത്തിയപ്പോ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു, ഐ വി സെറ്റ് ഇല്ലായിരുന്നു, പാരസിറ്റമോൾ പൊടിയടിക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, പെയിന്റ് ചുരണ്ടി ഇളക്കുന്നു, പെയിന്റ് അടിക്കുന്നു, ബെഡുകളിൽ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നു. ഇതൊന്നുമല്ല. കൊല്ലത്ത് എങ്ങനെ മുകേഷിനെ തോൽപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് ചിന്ത ചേച്ചി. അതായത് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞ് എപ്പോഴും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ചിന്ത. ചിന്തയെ കുറച്ചു നാളുകളായി നമ്മൾ ആരും കാണാനില്ല എങ്കിലും വീണ്ടും വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് വലിയ പ്രാവീണ്യം ഇംഗ്ലീഷിൽ ഉണ്ടെന്നൊക്കെ തെളിയിച്ചതിന് ശേഷം കുറച്ചു നാളായി കാണാനില്ലായിരുന്നു. ഇംഗ്ലീഷ് അറിയാത്തത് ഒരു കുറ്റമാണ് എന്നല്ല പറയുന്നത്, പക്ഷേ അറിഞ്ഞൂടാത്ത കാര്യം അറിഞ്ഞൂടാ എന്ന് പറയുന്നതിലാണ് ഒരു വിജയമുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് മുൻ യുവജന കമ്മീഷന്റെ രീതി. എന്തായാലും ചിന്ത വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. സഹാക്കളെ എങ്ങനെയും തോൽപ്പിക്കാം, പ്രത്യേകിച്ച് കൊല്ലത്ത് മുകേഷിനെ ഏത് വിധേനയും തോൽപ്പിക്കാം, എങ്ങനെയൊക്കെ വികസനം നടത്തി ആളുകളെ പാട്ടിലാക്കി ചിരിച്ചും ചിരിപ്പിച്ചും ഒക്കെ മുകേഷ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് വോട്ട് പിടിക്കാനായിട്ട്. പക്ഷെ അതിനെങ്ങനെയും തകർക്കുക എന്നുള്ളതാണ് ചിന്ത ചേച്ചിയുടെ ചിന്ത. മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ എന്താ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ എന്നാണ് ചിന്താ ജെറോം ചോദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ചർച്ചയിലാണ് നാട്ടുകാരോട് പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാരെന്ന് ചിന്ത പറഞ്ഞത്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ച നാട്ടുകാരോടാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ചിന്തയുടെ മറുപടി. ചർച്ചയിൽ ചിന്തയും നാട്ടുകാരും തമ്മിലുള്ള സംഭാഷണം പൊരിഞ്ഞ അടിയിലേക്കൊക്കെയാണ് പോയത്. അതായത് നാട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം നെഞ്ചുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ്. ഇഞ്ചക്ഷൻ, ആംബുലൻസ്, ഐ വി സെറ്റ് ഒന്നുമില്ല. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസുകളാണ് ഉള്ളത്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഇത് രോഗികൾക്ക് വിട്ടു നൽകാറില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ആംബുലൻസ് എന്ന് ചോദിച്ചപ്പോഴാണ് പൊതിച്ചോറ് നൽകാറുണ്ട് എന്ന മറുപടി ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈകിട്ട് ചികിത്സയിൽ, പ്രത്യേകിച്ച് നെഞ്ചുവേദനയൊക്കെ ആയിട്ട് രോഗികൾ ചികിത്സയിൽ എത്തിയാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. പിന്നെ നല്ലൊരു ആംബുലൻസ് ഇല്ല, ഉള്ളത് 3 എണ്ണം. 6 മണിക്ക് ശേഷം രോഗികളെയും കൊണ്ട് പോകത്തില്ല. ഇഞ്ചക്ഷൻ, ഐ വി സെറ്റ് ഇതൊന്നുമില്ല. പക്ഷേ ഡിവൈഎഫ്ഐ ഇതൊന്നുമില്ലെങ്കിലും ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ആ പൊതിച്ചോറ് കൊണ്ട് ആംബുലൻസായി, ഇഞ്ചക്ഷനായി, ഐ വി സെറ്റ് ഇതൊക്കെ കിട്ടി എന്നാണ്. അതായത് ഡിവൈഎഫ്ഐയെ കിട്ടിയ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് ഉയർത്താനാണ്, വിശുദ്ധരാക്കാനാണ് നോക്കിയത്. പക്ഷേ എയറിലാവുമെന്ന് വിചാരിച്ചില്ല. ചിന്ത എവിടെ തൊട്ടാലും അവസ്ഥ ഇതാണ്. പൊന്നു ചിന്തയെ, എങ്ങനെയെങ്കിലും മുകേഷ് ആ കൊല്ലത്തൊന്ന് ജയിച്ചോട്ടെ. ഓടി നടന്നും ഒരുപാട് വിവാദങ്ങളൊക്കെ കേട്ട് ഈ ഫോൺ വിളിയിലൂടെ ഒരുപാട് പേരെ തെറി പറഞ്ഞും ഒക്കെ മുകേഷ് ആകെ കൂടെ ചമ്മി നാറി നിൽക്കുകയാണ് ഈ സിനിമയിൽ എന്ന പോലെ. MP സ്ഥാനം കിട്ടാതെ മുകേഷ് ഇങ്ങനെ പാഞ്ഞോടുകയാണ്. അതിനിടയ്ക്ക് എന്തിനാണ് ആ പാവത്തിനെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ഡിവൈഎഫ്ഐയെ വിശുദ്ധരാക്കിയിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് ഇല്ല എന്നും വരുന്ന രോഗികളെ നെഞ്ചുവേദനയുമായി വരുന്ന രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഈ പൊതിച്ചോറിന്റെ കാര്യം എടുത്തിട്ട് നാണം കെടുത്തുന്നത്? അതാണ് മനസ്സിലാകാത്തത്. എന്തായാലും ചിന്ത ഏറി ഇന്ന് ഇടയ്ക്കൊന്നും താഴെ ഇറങ്ങുന്ന ലക്ഷണമില്ല. പിന്നെ ചാനലുകാർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി എങ്ങനെയെങ്കിലും ജയിച്ചു പോകണമെങ്കിൽ ചിന്തയെ വിളിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. കാരണം വാ തുറന്നാൽ വിഡ്ഢിത്തരം വിളമ്പുന്ന ചിന്തയെ വിളിച്ച് എന്തിനാണ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ചാനലുകാരുടെ കൂട്ടു നിൽക്കുന്നത്? അങ്ങനെ മുകേഷിന്റെ കാര്യത്തിൽ ചിന്ത ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്.